ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ മോമോസാണ്. ചിക്കൻ മോമോസിന് ആവശ്യത്തിന് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് വേണ്ടത്. അതിന് നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് എടുത്തു വയ്ക്കാം. പിന്നെ നമ്മൾ ചിക്കനും അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അതിലേക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ആവശ്യത്തിനുള്ള പെപ്പർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ശകലം എണ്ണയാണ്. ശകലം ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു ബൈൻഡപ്പിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഗോതമ്പ് മാവാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കാനുള്ളത്. മൈദ ഉപയോഗിക്കുന്നില്ല, ഗോതമ്പ് മാവ് വച്ചിട്ടാണ്. നമുക്ക് പൂരിക്കും ഒക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കും പോലെ കുഴച്ചിട്ട് പിന്നെ അത് പൂരി പരത്തും പോലെ പരത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല അതിനെ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. പിന്നെ അതുപോലെ എല്ലാ മാവും നമുക്കത് ഫില്ലിങ് തീരുന്നത് വരെ അതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ മോളാണ് ചെയ്യുന്നത്. മോൾക്ക് ഭയങ്കര ആഗ്രഹം അത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ പരത്തിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ വെച്ച് എങ്ങനെ ഒട്ടിക്കണമെന്ന് അറിഞ്ഞൂടാതെ വച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് ഗോതമ്പ് മാവിൽ ചെയ്യുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചെറിയ വ്യത്യാസങ്ങളെ തോന്നുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. കഴിക്കുമ്പോൾ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാം നമ്മൾ പരത്തി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. പാത്രത്തിലാക്കിയത് നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ചേർത്ത് ആവിയേറ്റി നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുമ്പോൾ പിന്നെ ഇത് 15-20 മിനിറ്റെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. വേവുള്ളതാണ്. ചിക്കൻ നമ്മൾ പച്ചയായിട്ടല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഒരു 15-20 മിനിറ്റ് സിമ്മിൽ വെച്ച് നമുക്ക് നല്ലതായിട്ട് ആവിയേറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചട്നിയാണ്. അതിലേക്ക് 2 തക്കാളിക്കയും ഒരു 3 മുളകും പിന്നെ ഒരു 6-7 വെളുത്തുള്ളിയും കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് പിന്നെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് നമുക്കതിനെ മിക്സിയിലിട്ട് ശകലം ഉപ്പും ശകലം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോമോസ് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്, അതുപോലെ മോമോസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ നമുക്ക് വേറെ കളർ, ഗോതമ്പ് മാവിൻ്റെ കളറിൽ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ. പിന്നെ ഞാൻ ഒരു 4-5 മുളക് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതും ചട്നിയും കൂടെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത് കാണാം. ബൈ.